മകരവിളക്ക് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് അല്പസമയത്തിനകം യോഗം ചേരും. യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതേസമയം തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവും ശക്തമായി തുടരുന്നുണ്ട്. കൂടാതെ സന്നിധാനത്ത് പാചകവാതക പ്രതിസന്ധിയും രൂക്ഷമാണ്. സന്നിധാനത്ത് നിന്ന് ആനന്ദ് പുതൂര് ചേരുന്നുണ്ട്. ആനന്ദ്, മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി ഉള്ളൂ. എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? ദേവസ്വം ബോർഡ് യോഗം എപ്പോൾ ആരംഭിക്കും? രജനി അല്പസമയത്തിന് ശേഷം, അതായത് ഏകദേശം 10:30 കൂടി തന്നെയാണ് ദേവസ്വം പ്രസിഡന്റിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ആരംഭിക്കുന്നത്. 15-ാം തീയതിയാണ് മകരവിളക്ക് ദിവസം. ഇതിനോടനുബന്ധിച്ച് എത്തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടത്, എന്തൊക്കെ നടപടികളാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ, ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും ദേവസ്വത്തിന്റെ ഇന്നത്തെ യോഗത്തിൽ എന്തായാലും ചർച്ച ചെയ്യുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിരുന്നു 10-ാം തീയതി. അതിൽ കഴിഞ്ഞ ദിവസം മുതൽ സ്പോട്ട് ബുക്കിംഗ് നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ആ തലത്തിൽ തിരക്ക് ശബരിമലയിൽ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. നടപ്പന്തലടക്കം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അതായത് അതിന് അർത്ഥം ഒരുപക്ഷെ പുതിയ ആളുകൾ സ്പോട്ട് ബുക്കിംഗ് വഴി കയറി വരാത്തതുകൊണ്ട് തന്നെയാണ് തിരക്ക് ഒഴിയുന്നത്. എന്നാലും ഈ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി തിരക്ക് ഇത്തരത്തിൽ നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും വൻ പ്രതിഷേധം തന്നെയാണ് അതിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ശബരിമലയിലേക്ക് വരാനുള്ള നിർബാധമായ ആ ഒരു സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായി തന്നെയാണ് അത്തരത്തിലൊരു നീക്കത്തിന് പോലും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അരവണ പ്രതിസന്ധി ദേവസ്വം ബോർഡ് യോഗങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുള്ള കാര്യത്തിലും സംശയം തന്നെയാണുള്ളത്. കാരണം അരവണ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസമാണ്, അതായത് ഏകദേശം ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പാണ് 8-ാം തീയതിയോടുകൂടി അത് അവസാനിപ്പിക്കും, എല്ലാ പൂർണ്ണ നിയന്ത്രണങ്ങൾ എടുത്ത് മാറ്റുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയത്. പക്ഷേ ഇപ്പോഴും അരവണ കൗണ്ടറിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഏകദേശം 5 ടിന്നുകൾ മാത്രമാണ് ഇപ്പോഴും ഒരു ഭക്തന് കൊടുക്കുന്നത്. നിയന്ത്രണം ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അരവണ ടിന്നുകൾ, പക്ഷേ ഇപ്പോൾ 5 ടിന്നുകളാക്കി മാത്രം കുറയ്ക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ വീണ്ടും ഈ അരവണ കൗണ്ടറടക്കം നീണ്ട ഒരു വരി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് പാചകവാത സിലിണ്ടറുകളുടെ ഒരു ക്ഷാമം തന്നെയാണ്. നമുക്കറിയാം അന്നദാനം ഇത്രയധികം ആളുകൾ ശബരിമലയിലേക്ക് വരുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ ദിവസവും വന്ന ആളുകളുടെ എണ്ണം ഏകദേശം 95,000-ആണ്. അപ്പോൾ ഇത്രയും അധികം ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ തീർച്ചയായും ഇവിടുത്തെ സ്വകാര്യ ഹോട്ടലുകൾ തന്നെയാണ് ഭക്തർ പ്രധാനമായും ആശ്രയിക്കുന്നത്, അന്നദാന മണ്ഡപത്തിന് പുറമെ. അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു പാചകവാത പ്രതിസന്ധി ഉണ്ടാവുന്നത്, പാചകവാത സിലിണ്ടറുകളുടെ പ്രതിസന്ധി ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും കാര്യങ്ങൾ വഷളാക്കുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ഹോട്ടൽ അധികൃതരും നമ്മളോട് അല്പമോ സമയം മുമ്പ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും 10:30 യോഗം ചേരും. ഭാവി നടപടികൾ ഏത് തരത്തിലാണ് തുടരുക? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എസ് ലാലു കൂടെ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലാലു, താങ്കളടക്കം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്ന പ്രതികരണമൊക്കെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ അത് ഈ മകരവിളക്ക് മണ്ഡലകാലത്തും നമ്മൾ കണ്ടതാണ്, മകരവിളക്ക് സമയത്തും കണ്ടതാണ്. ഇപ്പോൾ ഈ അരവണ അതിൻ്റെ ദൗർലഭ്യം കൂടിക്കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ വൈകുന്നേരത്തോടും തന്നെ ഈ ഒരു ക്ഷാമം പരിഹരിക്കും, അരവണയുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദിവസങ്ങൾ പിന്നിട്ടു, ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് പാചകവാതക അത് നിലച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ റിപ്പോർട്ടർ. എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? ദേവസ്വം ബോർഡിൻ്റെ ഇടപെടൽ കാര്യക്ഷമമാകുന്നില്ല ഈ മകരവിളക്ക് സമയത്ത് പോലും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയിലെ കാണിക്ക വരുമാനം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം പ്രസാദ വിതരണത്തിലൂടെയാണ്. അപ്പവും അരവണയും ഉൾപ്പെടെയുള്ള പ്രസാദങ്ങൾ വിതരണം ഉണ്ടാവുന്ന വരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാണിക്ക കഴിഞ്ഞുള്ള ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. എന്നാൽ ഇത്തവണ യഥേഷ്ടം തൊഴുതിറങ്ങുന്ന സ്വാമിമാർക്ക് യഥേഷ്ടം ശബരിമലയിലെ പ്രസാദമായ അപ്പവും അരവണയും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാന ചോർച്ചയ്ക്ക് കാരണമാണ്. ഇതിനെ ശക്തമായി തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ 2 ദിവസം മുമ്പ് പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചു. തുടർന്നും ഇപ്പോഴും അരവണ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ലെന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീ ലാലു, ഈ പുതിയ ടെൻഡർ വിളിച്ചതാണ് ഇതിനുള്ള കാരണം എന്നാണ് പറയുന്നത്. പുതിയ കമ്പനികൾക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നൽകിയതാണ് കാരണമെന്ന് പറയുന്നത്. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങിയത്? ഭക്തർക്ക്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭക്തർക്ക് ആവശ്യമുള്ള ഈ പ്രസാദങ്ങൾ നൽകുന്നതിന് പകരം അവരെ മടക്കി അയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതിനകത്ത് പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസിന് പറയാനുള്ളത്,
ഇക്കാര്യത്തെക്കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നാണ്. കാരണം ഈ അരവണ നിർമ്മാണത്തിനുള്ള കണ്ടെയ്നർ 4 രൂപ 45 പൈസയ്ക്കാണ് മണ്ഡല മകരവിളക്ക് കാലത്തേക്ക് സപ്ലൈ ചെയ്യുവാൻ 2 കമ്പനികളെ ചുമതലപ്പെടുത്തിയത്. ആ കമ്പനികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി എഗ്രിമെന്റ് ഒപ്പുവെച്ച് ആ യഥേഷ്ടം അരവണ നിറയ്ക്കുവാനുള്ള കണ്ടെയ്നർ സപ്ലൈ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ മണ്ഡല മകരവിളക്ക് കാലയളവിന്റെ മധ്യഭാഗത്ത് വെച്ച് ഈ കണ്ടെയ്നർ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ഈ 2 കമ്പനികളും മനഃപൂർവ്വം വീഴ്ച വരുത്തി. ആ വീഴ്ച വരുത്തിയതിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയതായി ടെൻഡർ ക്ഷണിച്ചു. 2 കമ്പനികൾക്ക് പുതിയതായി ടെൻഡർ കൊടുത്തു. ആ തുക ഒരു കണ്ടെയ്നറിന് 12 രൂപ വെച്ചാണ് പുതിയ ടെൻഡർ നൽകിയിരിക്കുന്നത്. 6 രൂപ 45 പൈസയ്ക്ക് കൊടുത്തിരുന്ന ടെൻഡർ ഇരട്ടി തുകയ്ക്ക് ഇതിന്റെ പകുതി സമയത്ത് 2 കമ്പനികൾക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പഴയ കമ്പനികളും ഈ പുതിയ പേരിൽ ഈ 12 രൂപയ്ക്ക് കണ്ടെയ്നറുകൾ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന് പറയുവാനുള്ളത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന് പറയുവാനുള്ളത്. അതായത് ഇപ്പോൾ ഈ ദേവന്റെ പണം മാത്രം മതി, ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടില്ല. അത് നമ്മൾ മണ്ഡലകാലത്തിലും കണ്ടതാണ്. ഇപ്പോൾ മകരവിളക്കിന് ഏകദേശം 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഭക്തരുടെ ഒരു കൂട്ടം തന്നെയാണ് അവിടെ ആ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ കാണുന്നുണ്ട്. യാതൊരുവിധ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കിയിട്ടുമില്ല. നിങ്ങൾ ഇതൊക്കെ തന്നെ നിരവധി തവണ ദേവസ്വം ബോർഡിനോട് അറിയിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോലും അവർക്ക് യാതൊരു കുലുക്കവുമില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പണം മാത്രം മതി, വേറെ ഒരു കാര്യവും അവർക്ക് വേണ്ട, വേറെ ഭക്തരുടെ കാര്യങ്ങളൊന്നും അവർക്ക് ശ്രദ്ധിക്കാനുള്ള സമയവുമില്ല എന്ന് തന്നെയല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പ് തന്നെ ശബരിമല എന്ന ക്ഷേത്രത്തെ ആശ്രയിച്ച വരുമാനത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ജീവനക്കാരും അതുപോലെ തന്നെ ആയിരക്കണക്കിന് പെൻഷൻ പറ്റിയ ജീവനക്കാരും അവരുടെ വരുമാന മാർഗം എന്നത് ശബരിമല എന്ന ക്ഷേത്രത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തവണത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സുഗമമായി നടത്തുന്നതിൽ പല വീഴ്ചകളും, വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ, പോലീസിന്റെ കാര്യത്തിൽ ഭയങ്കരമായ നാസ്ത. കാരണം ഭക്തജനങ്ങളെ യഥേഷ്ടം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ദിനം പ്രതി തൊഴുതുകൊണ്ടിരുന്ന, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ തൊഴുതുകൊണ്ടിരുന്ന ക്ഷേത്രമാണ് ശബരിമല. ഇന്ന് ആ ക്ഷേത്രത്തിൽ വരേണ്ട ഭക്തജനങ്ങളുടെ എണ്ണം പോലീസ് വളരെ പരിമിതപ്പെടുത്തുകയാണ്. പോലീസ് എണ്ണം 40,000, 50,000, 60,000 എന്ന നിലയിൽ വെർച്വൽ ക്യൂ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിൽ വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ശബരിമലയുടെ പ്രസക്തി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ഗൂഢനീക്കം കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലനിൽക്കണമെന്നും ഇതിലെ ജീവനക്കാർക്ക് ശമ്പളം വാങ്ങണമെന്നും ആഗ്രഹിക്കുന്ന ഒരു യൂണിയൻ എന്നുള്ള നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് കാലത്തെ ഈ പോരായ്മകൾ മുഴുവൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന് പറയുവാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ലാലു പ്രതികരിച്ചതിൽ. എന്തായാലും ഈ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്ത് അതിദയനീയമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ ശബരിമലയിൽ നിന്ന് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. കാരണം മണ്ഡലപൂജ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഭക്തരെ പ്രവേശിപ്പിക്കുന്നില്ല, കടത്തിവിടുന്നില്ല. നിരവധി ഭക്തരാണ് പമ്പയിൽ വരെ വന്നിട്ട് ഈ മാല ഊരിയിട്ടൊക്കെ പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിരൂക്ഷമായിട്ട് തുടരുന്നത് ഈ അരവണ പ്രതിസന്ധി തന്നെയാണ്. പലവട്ടം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് പരിഹാരം കാണും, നാളെ പരിഹാരം കാണും എന്നൊക്കെ. പക്ഷെ അതിനൊന്നും തന്നെ അവസാനമായ ഒരു പരിഹാരം കാണുവാൻ വേണ്ടി ദേവസ്വത്തിനോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒപ്പം ഈ സ്പോർട്ട് ബുക്ക് നിർത്തലാക്കിയാലും പ്രതിഷേധം അതിശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സന്നിധാനത്ത് നിന്നും ആനന്ദ് പുതൂറൊപ്പം തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി എസ് ലാലു പ്രതികരിച്ച എസ് ലാലുവിനും വളരെയധികം നന്ദി.